ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ദേവയാനി പൂജാമുറിയിൽ വിളക്കൊക്കെ കൊളുത്തി മരുമകൾക്കും അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞിനൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുക. ഈ സമയത്ത് നമ്മുടെ അനി പുറത്ത് പോയി വെച്ചിട്ട് അങ്ങോട്ട് കയറി വന്നു കേട്ടോ. അപ്പോൾ അനി വന്നപ്പോൾ ജലജ അവിടെ തന്നെ ഇങ്ങനെ ഇരിപ്പുണ്ട്, ജാനകി ഇരിപ്പുണ്ട്. അപ്പോൾ ദേവയാനി അതുവഴി അങ്ങ് പോവുക. ഓ, സന്തോഷം വന്നിട്ടാണ് ഈ സമയം പൂജാമുറിയിലൊക്കെ കയറിയത് എന്ന് ജലജ ചോദിക്കുമ്പോൾ അതെ, ഇതുപോലൊരു നല്ല കാര്യം നടന്ന സ്ഥിതിക്ക് ദൈവങ്ങൾക്ക് മുന്നിൽ വിളക്ക് കൊളുത്തി നന്ദി പറയണ്ടേ എന്ന് ദേവയാനി ചോദിക്കുക. ഓ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ആ സമയത്ത് നമ്മുടെ ജലജ അപ്പോഴേക്കും അനി അകത്തേക്ക് കയറി വരുന്നു. അനിയെ കണ്ടപ്പോഴത്തേക്കും ദേവയാനി ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക. അനി അപ്പോൾ കയ്യിലൊരു കവറൊക്കെ ആയിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഈ കവറിൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ കവർ പൊട്ടിച്ചു. അപ്പോൾ ഇതിൽ നിന്ന് 1 or 2 എടുത്തെന്ന് പറഞ്ഞ് ആദ്യം ദേവയാനിക്ക് കൊടുത്തു. അപ്പോഴേക്കും ജാനകി ചോദിച്ചു, നയനയ്ക്ക് വിശേഷമുള്ള കാര്യം നീ അറിഞ്ഞോന്ന്? ഞാൻ അറിഞ്ഞു എന്ന് പറയാം. ഏട്ടനും ഏട്ടത്തിയും ഗോൾ അടിച്ചു എന്ന് നമ്മുടെ അനി പറയുക. പിന്നെ 2 എടുക്കാൻ പറഞ്ഞതേ ഡബിൾ സന്തോഷം ഉള്ളത് കൊണ്ടാണെന്ന് പറയുമ്പോഴത്തേക്കും ആദർശൊക്കെ ഇറങ്ങി വരിക. ഒന്ന്, ഏട്ടത്തി അമ്മയാകാൻ പോകുന്നതിൻ്റെ സന്തോഷം, പിന്നൊന്ന് ബിസിനസ്സിൽ ഞാൻ വിജയിച്ചതിൻ്റെ സന്തോഷമൊന്നും നമ്മുടെ അനി പറയുവാണ്. അപ്പോൾ അതിൻ്റെ സന്തോഷം നിൻ്റെ അക്കൗണ്ടിൽ എത്തി കാണുമല്ലോ. ലാഭത്തിൻ്റെ ഒരു വിഹിതം കൃത്യമായിട്ട് നിൻ്റെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ടെന്ന് ആദർശ് അനിയോട് പറയുമ്പോൾ അതിനൊന്നും ആവശ്യമില്ലായിരുന്നു ഏട്ടാ എന്ന് പറഞ്ഞു അനി. ഇന്ന് നീയാണോ പറയുന്നത്? എടാ, ആര് കമ്പനിക്ക് നേട്ടം ഉണ്ടാക്കിയാലും അതിൻ്റെ ഒരു പങ്ക് അവർക്ക് കിട്ടിയിരിക്കുമെന്ന് ആദർശ് പറയുക. ഓ എന്നും പറഞ്ഞ് ജലജ നിൽക്കും. അപ്പം എടാ, അത് ഞാനായിട്ട് തുടങ്ങി വെച്ചതൊന്നും അല്ല, പണ്ട് തൊട്ടേ കമ്പനിയുടെ രീതി അതാണെന്നും ആദർശ് പറയുമ്പോൾ ഏട്ടത്തി നാണിച്ച് നിൽക്കാതെ ഇതിൽ നിന്നൊന്നും എടുക്കാൻ പറഞ്ഞു. അപ്പോൾ നാണോ എനിക്കോ? ചെറിയ നാണമൊക്കെ ഉണ്ട് എന്ന് ഇനി ഇങ്ങനെ പറയണു. അപ്പോഴത്തേക്ക് നമ്മുടെ നയന അതിൽ നിന്ന് ലഡു എടുത്തു. ഈ സമയത്ത് ജലജ അവന് സന്തോഷിക്കാവല്ലോ എന്ന് വെച്ചാൽ ലാഭവിഹിതം എന്നും പറയുമ്പോൾ നല്ലൊരു എമൗണ്ട് അവൻ എത്തിക്കാണും. പെണ്ണും പെടക്കോഴിയൊന്നും ഇല്ലെങ്കിലും കാശിന് അവന് പഞ്ഞമില്ല എന്നും പറഞ്ഞ് ജലജ ഇങ്ങനെ അവിടെ നിൽക്കുക. അപ്പോഴേക്കും മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ മുത്തശ്ശി ലഡു കൊണ്ടുവന്നപ്പോൾ മുത്തശ്ശി ലഡു കണ്ടപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ കാരണമൊന്നും പറയുന്നില്ല. ഒരു ലഡു എടുത്ത് പകുതി കഴിച്ചിട്ട് പകുതി കൊണ്ട് മുത്തശ്ശിന് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ മുത്തശ്ശി അത് എടുക്കാൻ തുടങ്ങിയപ്പോൾ അയ്യോ അമ്മ ലഡു ഒന്നും കഴിക്കേണ്ടെന്ന് പറഞ്ഞു ദേവയാനി. ആര് പറഞ്ഞു കഴിക്കേണ്ടെന്ന്? ഇന്നത്തെ സന്തോഷം ഞങ്ങളുടെ ആരോഗ്യത്തിന് പ്രശ്നമാകുമെങ്കിൽ അതങ്ങ് ആയിക്കോട്ടെ എന്ന് മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു ലഡു എടുക്കുക കേട്ടോ. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ അവിടെ നിൽക്കുവാണ്. അപ്പോൾ നയനയോട് ഭയങ്കര സ്നേഹത്തോടു കൂടി മുത്തശ്ശിയൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യും. ഈ സന്തോഷം എന്നും ഇങ്ങനെ നിലനിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. എൻ്റെ മോൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ശരി. അപ്പോൾ അങ്ങനെയുള്ള ചിന്തകളൊക്കെ മുത്തശ്ശിക്ക് ഉണ്ടല്ലേ എന്ന് ആദർശ് ചോദിക്കുക. മുത്തശ്ശി ഇപ്പോഴേ ഓരോരോ കമ്പനിയുടെ തലപ്പത്തിരിക്കുന്നത് പെൺകുട്ടികളാണ്. അവരാ സ്മാർട്ടായിട്ട് ജോലി ചെയ്യുന്നതൊക്കെ കേട്ടോ. പിന്നെ അതുകൊണ്ട് ഇപ്പോൾ ആണായാലും പെണ്ണായാലും മിടുക്ക് തെളിയിക്കുകയാണെങ്കിൽ അവരായിരിക്കും കമ്പനിയുടെ അടുത്ത MD എന്നും ആദർശ് പറഞ്ഞു. ഇനിയിപ്പോൾ പെൺകുട്ടികൾക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അബിക്ക് ജനിച്ചത് ആൺകുട്ടിയാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പോൾ ഇവർക്കും ആൺകുട്ടി ഉണ്ടാവട്ടെ എന്ന് മുത്തശ്ശി ഇങ്ങനെ അനുഗ്രഹിച്ച് പറയുമ്പോഴാണ് ഈ സംസാരമൊക്കെ ഇതിനിടയിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഒരൊറ്റ കാരണം കൊണ്ട് നിൻ്റെ കൊച്ചുമോൻ അബിയുടെ കുഞ്ഞായതുകൊണ്ട് മിക്കവാറും അച്ഛനെ പോലെ തന്നെ മോനെയും ഒന്നും ഏൽപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല എന്ന് മുത്തശ്ശി അന്നേരം ജലജയോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ജലജയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അല്ലെങ്കിൽ നീയും അഭിയും ആ കുഞ്ഞിനെ വളർത്താതിരിക്കണം, എങ്കിലേ അത് നടക്കുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കുക മുത്തശ്ശി. അപ്പോൾ അതേ മരുമോളാണ് അമ്മായിയമ്മയ്ക്ക് കരള് ദാനമായിട്ട് തന്നത്. അതിന് പ്രത്യുപകാരം ചെയ്യാൻ പറ്റിയൊരു സമയമാണ് മരുമകളെ അമ്മായിയമ്മ നല്ലതുപോലെ നോക്കണം കേട്ടോ എന്ന് മുത്തശ്ശി ഇങ്ങനെ ദേവയാനിയോട് പറഞ്ഞു. അപ്പോൾ അത് എന്നോട് പറയുന്നത് ആ വിഷമം ഒന്ന് ദേവയാനി അന്നേരം പറയുക. എന്നിട്ട് ഇനി ഇവളെ ഞാൻ ഏട്ടം വരാൻ തിരിയാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞു. പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് ഇങ്ങനെ അവിടെ നിൽക്കുക. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സഹിക്കണില്ല ജലജയ്ക്ക്. ജലജ ഭയങ്കര കലിപ്പിൽ ഇങ്ങനെ നിൽക്കുക. ജാനകിക്ക് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കും നമ്മുടെ നവീന ഇങ്ങനെ അവിടെ എന്തോ സ്വപ്നമൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും അവിടുത്തെ വക്കീൽ സാർ വന്നിട്ട് ചോദിച്ചു, കാപ്പി വേണോ അതോ ജ്യൂസ് വേണോ എന്ന്. എന്താ? അല്ല, ഇങ്ങനെ ചിന്തിച്ചിരുന്നാൽ ചിലപ്പോൾ ഉറക്കം വരും, അതുകൊണ്ടാണ് കുടിക്കാൻ എന്ത് വേണമെന്ന് ഞാൻ ചോദിച്ചതെന്ന് അദ്ദേഹം പറയുമ്പോൾ തൽക്കാലം എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു നവീൻ. ആയിക്കോട്ടെ. അല്ല, ഇപ്പോൾ ഏത് നേരവും ഒരേ ആലോചനയിലും ഇരിപ്പിലും ഒക്കെ ആണല്ലോ എന്ന് പറയുമ്പോൾ അങ്ങനെ അത്രയും തലയ്ക്ക് തീ പിടിക്കാനും മറ്റുള്ള പ്രശ്നങ്ങളോ അല്ല കേസുകളും നമുക്കില്ലല്ലോ എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. പിന്നെ ഉണ്ടായിരുന്നത് ആ മൂർത്തി സാറിൻ്റെ കേസാണ്. അത് നമ്മൾ നല്ല ഭംഗിയായി ഫിനിഷ് ചെയ്യുകയും ചെയ്തില്ലേ എന്ന് ചോദിച്ചു. പിന്നെ ഇനിയിപ്പോൾ ഞാൻ അറിയാത്ത ഏതെങ്കിലും തരത്തിലുള്ളൊരു കേസ് വന്ന് പെട്ടോ? അപ്പോൾ ഗുമസ്തൻ അറിയാത്ത ഏതെങ്കിലും കേസ് വക്കീലന്മാർക്ക് ഉണ്ടാവുമോ എന്ന് ചോദിച്ചു നവീൻ. അയ്യോ, ഞാൻ ആ കേസിൻ്റെ കാര്യമല്ല, മറ്റേ കേസിൻ്റെ കാര്യമാണ് പറഞ്ഞെന്ന് പറയുമ്പോൾ മറ്റേ കേസോ? ഏത് കേസ്? അല്ല, മനസ്സിൽ ഇനി ആരെങ്കിലും എന്നാ ഞാൻ ചോദിച്ചത്.
അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. അന്യമതക്കാരിയാണെങ്കിലും ഞാൻ സാറിൻ്റെ മുത്തച്ഛനോടും അമ്മയോടും ഒക്കെ പറഞ്ഞ് കാര്യം അങ്ങ് ഓക്കെ ആക്കി തരാമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ മനസ്സിലൊരു പെൺകുട്ടി കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അത് വെളിപ്പെടുത്താനുള്ള ചങ്കൂറ്റമൊക്കെ എനിക്കുണ്ടടോ. അതിനെനിക്കൊരു ഇടനിലക്കാരൻ്റെ ആവശ്യമൊന്നും ഇല്ലെന്നേ. എന്നാൽ പിന്നെ ചിന്തിച്ചോ, ആ ചിന്ത മുടക്കണ്ട, എന്നാൽ നടക്കട്ടെ കേട്ടോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അങ്ങ് പോയി. നവീൻ ഇവിടെ സ്വപ്നം കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ തൊട്ടടുത്ത നിമിഷം പിന്നെ ഒരു കോളേജും അല്ലെങ്കിൽ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ പെൺകുട്ടികൾ നടന്നു വരുമ്പോൾ അവരെ റാഗ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ആൺകുട്ടികൾ പെൺകുട്ടികളെ പിടിച്ചു നിർത്തിയിട്ട് ഈ കോളേജിൽ ഒരു സമ്പ്രദായമൊക്കെ ഉണ്ട്, സീനിയേഴ്സിനെ ജൂനിയേഴ്സ് ബഹുമാനിക്കണമെന്നാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞു. അത് നമ്മുടെ കോളേജിൽ മാത്രമല്ല, ഒട്ടുമിക്ക കോളേജുകളിലും അങ്ങനെ തന്നെയാണെന്നൊക്കെ ഈ ചെറുപ്പക്കാരൻ പറയുക കേട്ടോ പെൺപിള്ളേരോട്. അതിലുപരി നമ്മളെ പോലെയുള്ള ചേട്ടന്മാരെയൊക്കെ മൈൻഡ് ചെയ്യാതെ ഇവിടെ ഒരുത്തിക്കും പഠിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവർ നമ്മളിങ്ങനെ സംസാരിക്കുന്നു. എന്നിട്ട് പിന്നെ അയാളാണെങ്കിൽ നമ്മൾ ആ പെൺകുട്ടിയെ പിടിച്ച് ഉമ്മ കൊടുക്കാനൊക്കെ ഉള്ള രീതിയിലൊക്കെ കാണിക്കുമ്പോഴത്തേനും സൈഡിൽ നിന്ന് വന്ന ഒരു ഒറ്റ ചവിട്ട് അവനെ ചവിട്ടി നിലത്തിട്ടു. അപ്പോൾ എല്ലാവരും അന്തം വിട്ടിങ്ങനെ നോക്കിയപ്പോൾ ആരാ, നമ്മുടെ നന്ദു നല്ല സ്റ്റൈലായിട്ട് വന്നിങ്ങനെ നിൽക്കുക കേട്ടോ. പിന്നെ അവിടെ നടന്നത് ഒന്നും പറഞ്ഞറിയിക്കാൻ മേലാത്ത ആ ഒരിത്. അപ്പോഴേക്കും നന്ദുവിൻ്റെ ഇടി കണ്ടു കഴിഞ്ഞപ്പോൾ ആ ചെറുക്കന്മാർ പറയുവാണ്, നിന്നെ ഞങ്ങൾ പണ്ടേ നോട്ടം ഇട്ട് വെച്ചേക്കുന്ന അടി എന്ന്. എന്നാൽ പിന്നെ ആ നോട്ടം അങ്ങ് അവസാനിപ്പിച്ചേക്കാവിടാന്നും പറഞ്ഞുകൊണ്ട് ചെവിക്കല്ല് തീർത്ത് ഒരെണ്ണം അങ്ങ് കൊടുത്തു. എടിയെന്നും പറഞ്ഞ് അടുത്തവൻ ഇടിക്കാൻ ഓങ്ങുമ്പോൾ നന്ദു അടുത്തവനിട്ടും കൊടുത്തു. അങ്ങനെ നന്ദു അവന്മാരെ ഇടിച്ച് ഇഞ്ച പരുവാക്കി. അതെല്ലാം സ്വപ്നം കണ്ടുകൊണ്ട് നമ്മുടെ നവീൻ ചേട്ടൻ അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും നവീൻ്റെ മനസ്സിൽ നമ്മുടെ നന്ദു വല്ലാണ്ട് അങ്ങ് പറ്റിപ്പിടിച്ച് പോയി. അങ്ങനെ നന്ദു ഇടി കൊടുത്തതൊക്കെ ആലോചിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അങ്ങനെ അന്നോട്ടെ ഞാൻ അവളുടെ കടുത്ത ആരാധകനാണെന്നും പക്ഷേ അതൊരു പ്രണയമായി മാറിയത് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നതെന്നൊക്കെ നവീൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. എന്തായാലും നന്ദുവിനോട് നമ്മുടെ നവീന് പ്രണയം തുടങ്ങി. അതിനുശേഷം പിന്നെ ആ കല്യാണത്തിൻ്റെ അന്ന്, നിശ്ചയത്തിൻ്റെ അന്ന് സച്ചിനെ തൂക്കിയെടുത്ത് കൊണ്ടുപോയത്. അങ്ങനെ ഓരോ സെക്കൻഡിൽ സംഭവിച്ച കാര്യങ്ങൾ നമ്മുടെ നവീൻ ആലോചിച്ച് സ്വപ്നം കാണുക. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അനി ലഡുവായിട്ട് നവീൻ്റെ വീട്ടിലേക്ക് വരുന്നു. മോനായിരുന്നോ എന്ന് ചോദിച്ചു. നവീൻ്റെ അമ്മ ഇറങ്ങി വന്നു. വാ മോനെ എന്നും പറഞ്ഞ് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകും. അപ്പോൾ പാവ അനി ഭയങ്കര സന്തോഷത്തിലാട്ടോ. ആൻറ്റി ഏട്ടത്തേക്ക് വിശേഷമുണ്ട്, മധുരം കഴിക്കാൻ പറഞ്ഞു കൊടുത്തു. ആൻറ്റി അത് വാങ്ങിച്ചു. അങ്ങനെ ഇവർ കഴിച്ചുകൊണ്ട് നിൽക്കുക. പിന്നെ വീട്ടിലെ വിശേഷമൊക്കെ ചോദിച്ചു. അപ്പോൾ എല്ലാവരും അവിടെ നല്ല സന്തോഷത്തിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ മാത്രം സന്തോഷം മതിയോ? ഞാൻ എത്രയോ നാളായിട്ട് ഇവിടെ ഒരുത്തനോട് കെട്ടാൻ പറയാം, എന്നിട്ട് അവൻ മൈൻഡേ ചെയ്യുന്നില്ല എന്നൊക്കെ ഇങ്ങനെ അമ്മ പറയുമ്പോൾ നമ്മുടെ അനി ഒന്ന് ചിരിച്ചു. അവനിപ്പോൾ അവൻ്റെ മുത്തശ്ശനെ പോലെ തന്നെ കഴിവ് തെളിയിച്ചിരിക്കുകയാണ്. അത്യാവശ്യം നല്ല പൈസയും ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ പോലും അവന് ജീവിക്കാനേ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നൊക്കെ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെന്താ അവനൊരു കല്യാണം കഴിച്ചാലെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അനി ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുക കേട്ടോ. നല്ല എത്ര ആലോചനകൾ വന്നെന്നറിയോ, എല്ലാം അവൻ ഉഴപ്പി കളയുകയാണെന്ന് പറയുമ്പം അതൊന്നും അല്ല ആൻറ്റി, ഇപ്പോഴത്തെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കല്യാണം കഴിക്കാനേ പേടിയാണ്. എൻ്റെ അവസ്ഥ തന്നെ കണ്ടില്ലേ, അതിൻ്റെയൊക്കെ ഒരു കാര്യങ്ങളൊക്കെ ആൻറ്റിക്ക് അറിയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് അവൻ്റെ കാര്യത്തിൽ ശരിക്കും പേടിയുണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ അവന് വേണ്ടിയിട്ട് എവിടുന്നെങ്കിലും ഒരു പെൺകുട്ടിയെ തേടി പിടിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഹനിയോട് ഈ അമ്മ പറഞ്ഞു. പിന്നെ മോനെ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നീ ചെന്ന് അവനോട് പറഞ്ഞേക്കരുത് കേട്ടോ എന്നും പറഞ്ഞു. അപ്പോൾ അവനെ മോനൊന്ന് ഉപദേശിക്കാനും പറഞ്ഞു. നിങ്ങളൊക്കെ കൂട്ടുകാരാണല്ലോ എന്ന് പറയുമ്പം ശരി ആൻറ്റി, ഞാനെന്നാൽ അവനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് അനി അങ്ങോട്ടേക്ക് കയറിപ്പോയി. അപ്പോൾ നന്ദുവിൻ്റെ ഫോട്ടോ ഇങ്ങനെ മാറി കണ്ടോണ്ടിരിക്കുകയാണ് നമ്മുടെ നവീൻ. അപ്പോഴത്തേക്കും അനി ഇടിച്ച് കയറി അങ്ങ് ചെന്നു. നീ ആയിരുന്നോ എന്നും ചോദിച്ച് നവീൻ അന്നേരത്തേക്കും ഇങ്ങ് പോന്നു. അപ്പോൾ എന്താടാ നീ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരുന്നേന്ന് ഈ നവീനെ കണ്ടപ്പോൾ അനി ചോദിച്ചു. അപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു. നീ ഇതൊന്ന് കഴിച്ചേ എന്നും പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് നമ്മുടെ അനി നവീന് കൊടുക്കും. അപ്പോൾ നവീൻ അത് കഴിച്ചു. ഇതെന്താടാ വിശേഷമെന്ന് ചോദിച്ചു. എടാ ഇത് നയനേട്ടത്തി ഒരു അമ്മയാകാൻ പോകുന്നതിൻ്റെ സന്തോഷമാണെന്ന് പറയുമ്പം അതിങ്ങനെയൊക്കെ അങ്ങ് ഒതുക്കിയാൽ മതിയോടാന്ന് ചോദിക്കുക നവീനെ. ആദർശേട്ടനെ ഞാൻ വിളിക്കുന്നുണ്ട്, ഒരു ഗംഭീര പാർട്ടി അറേഞ്ച് ചെയ്യാൻ പറയണം എന്ന് പറയുമ്പോൾ നീ എന്താന്ന് വെച്ചാൽ പറഞ്ഞോ. പിന്നെ ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴേ പരാതിയോട് പരാതിയാണ് നിൻ്റെ അമ്മ. എടാ നിനക്ക് നല്ല ആലോചനകൾ വന്നിട്ടും നീ പെണ്ണ് കാണാൻ പോകാത്തതില്ല, നിൻ്റെ അമ്മയ്ക്ക് നല്ല സങ്കടമുണ്ട് കേട്ടോടാ എന്ന് പറയുമ്പോൾ അമ്മ മാത്രമല്ല ദുബായിൽ നിന്ന് അച്ഛനെ വിളിച്ച് ശല്യം ചെയ്യുന്നുണ്ടടാ എന്ന് നവീൻ പറഞ്ഞു. പിന്നെ അവിടെയുള്ള അച്ഛൻ്റെ 1-2 സുഹൃത്തുക്കളുടെ മക്കളുടെ വിവാഹാലോചനയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നും പറഞ്ഞു. അച്ഛനിനി ലീവിന് വരുമ്പോൾ അത് സീരിയസ് ആയിട്ട് മൂവ് ചെയ്യുമോ എന്നും അറിയില്ല എന്ന് പറയുമ്പോൾ എടാ അവർ ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ, വീട്ടുകാർ ഇഷ്ടപ്പെട്ട് നടത്തുന്ന ബന്ധങ്ങളാണ് എപ്പോഴും നല്ലത്. നിനക്കെന്താ മനസ്സിലാവാത്ത? ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഒരുത്തിയെ കെട്ടിയിട്ട് എന്തൊക്കെയാണ് ഉണ്ടായതെന്ന് നിനക്കറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ നീ ആരെയും പ്രേമിച്ചിട്ടില്ലേ എന്ന് നവീൻ ചോദിക്കുക. അന്നേരം നമ്മുടെ അനി ഒന്ന് ചിരിച്ചു. എന്ന് ചോദിച്ചാൽ നമ്മൾ തമ്മിൽ കണക്ഷൻ ഇല്ലാതിരുന്നത് കൊണ്ട് നിൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയാൻ പറ്റിയിട്ടില്ല എന്ന് നവീൻ പറഞ്ഞു. അപ്പോൾ നീയും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. അല്ല അതിനിടയിൽ നിൻ്റെ മനസ്സിലാരെങ്കിലും ഇടിച്ച് കയറിയോടാ
ഈ അടുത്തിടെയായിട്ടേ ഒരാൾ എന്നെ വല്ലാണ്ട് സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നവീൻ അന്നേരം അനിയോട് പറഞ്ഞു. ഓ എടാ 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 ആരാടാ? എടാ ആളെ നീ പറഞ്ഞാൽ മതി. എടാ ബാക്കി സെറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ ഞാൻ ഏറ്റടാ. എടാ നിന്റെ കാര്യം ആയതുകൊണ്ട് എൻ്റെ മുത്തശ്ശനെ കൊണ്ട് നിന്റെ മുത്തശ്ശനോട് ഞാൻ സംസാരിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ നിന്റെ അമ്മയോട് ഞാൻ തന്നെ കാര്യം പറയാമെന്നേ ഇപ്പം തന്നെ പറയാമെന്നൊക്കെ പറയുമ്പം എടാ തൽക്കാലം അതൊന്നും വേണ്ട എന്ന് നവീൻ അനിയോട് പറയാം. എടാ പെൺകുട്ടി ഏതാണെന്ന് നീ എന്നോട് പറയടാ എന്നും പറഞ്ഞ് അനി ഇങ്ങനെ നിർബന്ധിക്കുമ്പോൾ അതൊന്നും പറയാനുള്ള സമയമായിട്ടില്ല എന്ന് പറഞ്ഞു. എടാ ഒരു കാര്യം ഞാൻ പറയാം, പ്രേമിക്കുന്ന സമയത്ത് എല്ലാവരും നല്ലതാണെന്നൊക്കെ നമുക്ക് തോന്നും. നിനക്ക് ഇപ്പോൾ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. നിന്നെപ്പോലെയുള്ളവർ കേസുമായിട്ട് വരുമ്പോൾ അത് നിനക്ക് കോടതിയിൽ ബാധിച്ച് ജയിക്കുന്ന ടെൻഷൻ മാത്രമേ ഉണ്ടാകാറുള്ളൂ അല്ലെങ്കിൽ ഉള്ളൂ. എടാ പക്ഷേ നല്ല കല്യാണം അല്ലെങ്കിൽ കുടുംബം കുളം തോണ്ടി പോവടാ. അപ്പം അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമല്ലേടാ. അതുകൊണ്ട് കുടുംബം താറുമാറാകുന്ന ബന്ധങ്ങളൊന്നും ഞാൻ ചെയ്തു വെക്കില്ല എന്ന കാര്യം പറയുക നമ്മുടെ നവീൻ. എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന എനിക്കറിയാവുന്ന പെൺകുട്ടിയെ മാത്രമേ ഞാൻ ഈ വീടിൻ്റെ മരുമകളായി തിരഞ്ഞെടുക്കത്തുള്ളൂ എന്നും നവീൻ ഇങ്ങനെ അനിയോട് പറഞ്ഞു. അത് മതി, വേറെ ഒന്നും വേണ്ട. നീ പഠിക്കുന്ന സമയത്ത് പെൺകുട്ടികൾ മാത്രം മനസ്സിലാക്കിയാൽ പോരാ, അവരുടെ കുടുംബത്തെ പറ്റിയും അല്ലെങ്കിൽ അവരുടെ അച്ഛനമ്മമാരെ പറ്റിയും ഒക്കെ നമ്മൾ പഠിക്കണമെന്നൊക്കെ പറഞ്ഞു. പിന്നെ കല്യാണത്തിന് മുൻപുള്ള മുഖം ആയിരിക്കില്ല കല്യാണ ശേഷം പലരുടേതും. അപ്പോൾ നീ ഈ പറയുന്ന പെൺകുട്ടി അവളുടെ കുടുംബത്തെ പറ്റിയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാ. പിന്നെ തെറ്റ് പറ്റില്ലെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുമ്പോൾ ശരി ആയിക്കോട്ടെ. എടാ അതൊക്കെ ഇവിടെ നിൽക്കട്ടെ, നാളെയാണ് കുടുംബ കോടതി, നീ എങ്ങനെയെങ്കിലും അവളെ ഒന്ന് ഒഴിവാക്കി താടാ എന്ന് അനി പറയുമ്പം അതിലും വലിയൊരു കേസിൽ നിന്ന് നിന്നെയും നിൻ്റെ കുടുംബത്തെയും ഊരി തന്നില്ലേടാ. പിന്നെ ഇതൊക്കെ നിസാരല്ലേടാ എന്ന് നവീൻ അനിയോട് ചോദിക്കുക കേട്ടോ. മിക്കവാറും ഞാൻ പോലും കോടതിയിലേക്ക് വരേണ്ടി വരില്ല എന്നൊക്കെ നമ്മുടെ നവീൻ പറഞ്ഞു. നീ ഉറപ്പിച്ചോ, നിന്റെ ജീവിതത്തിൽ നിന്നും അവൾക്ക് പോവേണ്ടി വരും, 100% ഉറപ്പാടാന്നും പറഞ്ഞ് ഇങ്ങനെ നവീൻ സമാധാനിപ്പിക്കുക അനിയെ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, അവളങ്ങ് ഒഴിവായി പോയി കഴിയുമ്പോൾ നീ വേറെ ആരെങ്കിലും കണ്ടുവെച്ചോ നിന്റെ വീടിൻ്റെ ഇളയ മരുമകളായിട്ട് എന്ന് നവീൻ അനിയോട് പറഞ്ഞു. അത് ഞാനും കണ്ടുവച്ചിട്ടുണ്ട് അളിയാ, എൻ്റെ മനസ്സ് കവർന്നെടുത്തവളെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനി ഇങ്ങനെ നിൽക്കുമ്പോൾ അയ്യോ നവീനും അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് ലഡു കഴിക്കുക. എന്തായാലും രണ്ടുപേരും ഒരാൾക്ക് വേണ്ടി വീണ്ടും കഷ്ടപ്പാടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ നന്ദു അനിയും കൂടെ കണ്ടു. അപ്പോൾ നാളത്തെ കോടതിയെപ്പറ്റിയും അതിനുശേഷം എനിക്ക് വരുന്ന അനുകൂല വിധിയെപ്പറ്റിയും പറയുമോ. അപ്പോൾ നാളെ എനിക്ക് അനുകൂലമായിട്ട് വിധി വന്നാൽ ഞാൻ പിന്നെ എല്ലാ അർത്ഥത്തിലും സ്വതന്ത്രനാണെന്നൊക്കെ. അപ്പോൾ അതെങ്ങനെയാണ് നാളെ തന്നെ വിധി വരുന്നത്? എന്തായാലും കോടതി ചിന്തിക്കാൻ കുറച്ച് സമയം തരില്ലേന്ന് ചോദിച്ചു. അപ്പോൾ ലഡുവൊക്കെ ആയിട്ടാണ് ചെന്നത് നമ്മുടെ അനി. അങ്ങനെ ചിന്തിക്കാൻ സമയം തരുന്ന ഒരു കോടതി, അത് എന്നാ കോടതിയാണെന്ന് ചോദിച്ചു അനി. അവൾ ചെയ്ത കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ ആ സ്പോട്ടിൽ ഡിവോഴ്സൊക്കെ തരേണ്ടതല്ലേ എന്നൊക്കെ ചോദിച്ചു. എന്നാലും ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സ് മാറിയാലോ എന്ന് നമ്മുടെ നന്ദു. അപ്പോൾ മനസ്സ് മാറിയിട്ട് ഞാൻ വീണ്ടും അവളെ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുമെന്നല്ലേ. അപ്പോൾ നമ്മുടെ നന്ദു ഒന്ന് ചിരിച്ചു. എടി കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അതിൻ്റെ അവസാനം അവൾ എന്നെ വിട്ടുപോയതിൻ്റെ ഒരു ആഹ്ലാദത്തിലാണ് ഞാനിപ്പോൾ. ഇനി എൻ്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങനെ ഒരു അബദ്ധം എന്തായാലും പറ്റത്തില്ല. അപ്പോൾ ആര് പറഞ്ഞു പറ്റില്ല എന്ന്? എന്നെ കല്യാണം കഴിക്കുന്നത് ഒരു അബദ്ധമല്ലേടാ എന്ന് നന്ദ ചോദിക്കുമ്പോൾ ആ അബദ്ധമേ ഞാനങ്ങ് സഹിച്ചോളാവെന്ന് പറഞ്ഞു. നീ കരാട്ടയും കളരിയൊക്കെയാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് അഹങ്കാരം കാണിച്ചാലേ തല്ലുകൊള്ളുമെന്നും എനിക്കറിയാം. എന്നാലും നിന്റെ കൈകൊണ്ട് തല്ലുകൊള്ളുന്നത് എനിക്ക് ഇഷ്ടമാണെന്ന് അനി നന്ദുവിനോട് പറയുക. പക്ഷെ നിന്നെ തല്ലാനേ എനിക്ക് വിഷമമാണെന്ന് നമ്മുടെ നന്ദു അന്നേരം അനിയോട് പറഞ്ഞു. എന്നിട്ടും നീ എന്നെ തല്ലിയിട്ടില്ലേ? അന്ന് ട്രെയിനിൻ്റെ മുന്നിൽ നിന്ന് പിടിച്ചു മാറ്റിയിട്ട് കാരണത്തൊന്ന് പൊട്ടിച്ചായിരുന്നു, നീ ഓർമ്മയുണ്ടോ അത്? അന്ന് പിന്നെ കാരണത്തടിക്കല്ല വേണ്ടത്, നിന്നെ തല്ലി കൊല്ലുകയായിരുന്നു വേണ്ടത്. ഞാൻ അത് ചെയ്തില്ലല്ലോ. നീ എന്ത് അനാവശ്യമാണോ അന്ന് കാണിച്ചത്? അന്ന് നീ ട്രെയിനിൻ്റെ മുന്നിൽ ചാടിയിരുന്നെങ്കിലേ ഇന്നിപ്പോൾ അനന്തപുരം തറവാട് ഒരു മരണവീടാവില്ലായിരുന്നോടാ എന്നൊക്കെ ചോദിച്ചു. പിന്നെ എൻ്റെ ലൈഫ് എന്താകുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഞാൻ പോയെന്ന് കരുതി നിനക്ക് വേറെ കെട്ടിക്കൂടെ എന്ന് ചോദിച്ചു അനി. നീ ഒന്ന് പൊയ്ക്കേ, ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴാണ് നിൻ്റെ കാരണത്തടിക്കാനേ എനിക്ക് തോന്നണത്, അറിയാവോ? അപ്പോൾ അല്ല, നാളെ നീ കോടതിയിൽ വരുന്നോ? നമുക്ക് വേണമെങ്കിലേ കൈകോർത്ത് പിടിച്ച് പോവാടി. അപ്പം പിന്നെ കോടതിക്ക് അതും ഒരു തെളിവാകുമല്ലോ അല്ലേ നമ്മുടെ അനിയോട് നന്ദു. കല്യാണം കഴിഞ്ഞ ശേഷം നീ അന്യ പെണ്ണിൻ്റെ പിന്നാലെ നടന്നെന്നും പറഞ്ഞാണ് അവൾ കേസ് പോലും ഫയൽ ചെയ്തിരിക്കുന്നത്. അത് കോടതിയിൽ നിലനിൽക്കുന്ന ഒരു വാദമാണ്. അപ്പം അങ്ങനെ കോടതിയിൽ അവൾ കുറേ വാദിച്ചല്ലോ, എന്നിട്ടും ഒന്നും നടന്നൊന്നുമില്ലല്ലോ. നമ്മുടെ ഭാഗത്ത് ശരിയുള്ളത് കൊണ്ടേ നമ്മൾ ഈ കേസ് എന്തായാലും ജയിക്കും, അതാ ഉറപ്പാ എന്നും പറഞ്ഞ് അനി ഇങ്ങനെ നിൽക്കണം. ഇനി അവൾക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നാലും എത്ര വേണമെങ്കിലും കൊടുക്കാമെന്ന് ആദർശമായിട്ട് പറഞ്ഞിരിക്കുന്നതെന്നും നമ്മുടെ അനി ഇങ്ങനെ പറഞ്ഞു. അവളെന്ന ആപത്ത് എങ്ങനെയെങ്കിലും എൻ്റെ തലയിൽ നിന്നൊന്ന് ഒഴിഞ്ഞു പോയാൽ മതിയായിരുന്നു എന്നൊക്കെ അനി. അപ്പം നന്ദു നിന്ന് ചിരിക്കുന്നു, ലഡു കഴിക്കുന്നു. നീ ഒരു ലഡുവും കൂടെ കഴിച്ചോളാൻ പറഞ്ഞു. നിനക്ക് നിർബന്ധമാണെങ്കിൽ കഴിക്കാം എന്ന് പറഞ്ഞു നമ്മുടെ നന്ദു ഇങ്ങനെ ലഡു അനിയുടെ കയ്യിൽ നിന്ന് മേടിച്ച് കഴിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. ടാറ്റാ.